ഹായ് ഓൾ, ഈ വീഡിയോയിൽ റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ പറ്റിയാണ് നോക്കുന്നത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമറിലെ ടെൻസസ്, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. ആദ്യം നോക്കുന്നത് ടെൻസസ് ആണ്. നമുക്കറിയാം ടെൻസസ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ആദ്യം നോക്കുന്ന പ്രസൻറ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് ടു റെഫർ ഓർ ഇൻഡിക്കേറ്റ് സംതിങ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ പ്രസൻറ്റ്. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അത് യൂസ് ചെയ്യുന്നത് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ, ഇവൻറ്റ് ഓർ കണ്ടീഷൻ ദാറ്റ് ഈസ് ഒക്കറിങ് ഇൻ ദി പ്രസൻറ്റ് വൈൽ ബീങ് സ്പോക്കൺ അബൌട്ട് ഓർ റിട്ടൺ. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്, അതായത് ഡു ഓർ ഡസ് പ്ലസ് വെർബ്. ഇതാണ് എൻ്റെ ഫോം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഡ്രിങ്ക്സ് അല്ല കേട്ടോ, ദേ ഡ്രിങ്ക് കോഫി എന്നാണ് വരുന്നത്. ദെൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ഓർ ഡസ്, ഇതാണ് ഓക്സിലറി വെർബ്. ഡ്രിങ്ക് ആകുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡു ആണ്. സബ്ജക്റ്റാണ് ദേ പ്ലസ് ഡു പ്ലസ് വെർബാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദേ ഡ്രിങ്ക് കോഫി എന്നാവും, വെർബാണ് ഡ്രിങ്ക്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ദിസ് ടെൻസ് ഇൻഡിക്കേറ്റ് ദ കണ്ടിന്യൂസ് നേച്ചർ ഓഫ് ആൻ ആക്ട് ഓർ ഈവൻറ്റ് ഇൻ ദി പ്രസൻറ്റ് ആൻഡ് ഹാസ് നോട്ട് ബീൻ കംപ്ലീറ്റഡ് ആൻഡ് ദി ആക്ടിവിറ്റി ഹാസ് ബിഗൺ ഇൻ ദി പാസ്റ്റ് ആൻഡ് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പം പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു, പ്രസൻറ്റിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ഫ്യൂച്ചറിലാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ആക്ടിവിറ്റീസാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നത്. ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പോൾ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഐ ആണെങ്കിൽ ആം വരും, ഇനി സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ്, പ്ലൂരൽ സബ്ജക്റ്റ് ആണെങ്കിൽ ആർ വരും, പ്ലസ് വെർബ് പ്ലസ് ING ഫോമാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷീ ഈസ് പ്രിപ്പയറിങ് ചിക്കൻ സാൻഡ്വിച്ചസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഷീ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നു. വെർബ് പ്രിപ്പയർ, ING ഫോം പ്രിപ്പയറിങ് ചിക്കൻ സാൻഡ്വിച്ചസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ദിസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് an action that had begun in the past, continues in the present and has just been completed. The time of occurrence of action is not mentioned, and this tense is also used to describe an action happened in the past before another action took place. So ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ്. ഇതിൻ്റെ എക്സാമ്പിൾ ഐ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ ഡിന്നർ. ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടെൻസിൽ പറയുന്നത്. അത് ഐ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ആണെങ്കിൽ എപ്പോഴും ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. അല്ലാത്ത ഇതിന് നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസും പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കും. വെർബ് എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത്. അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദിസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ, ഇവൻറ്റ് ഓർ ഒക്കറൻസ് ദാറ്റ് ഹാസ് ബിഗൺ ഇൻ ദ പാസ്റ്റ് and continues into the present, and it is also used for an action that began and just finished in the past or in cases where there is no mention of time. അപ്പോൾ ടൈം മെൻഷൻ ചെയ്യാത്തൊരു സിറ്റുവേഷനിലും ഈ ഒരു ടെൻസാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോമാണ്. എക്സാമ്പിൾ നോക്കാം. ദേ ഹാവ് ബീൻ ട്രൈങ് ടു കോണ്ടാക്ട് ഹെർ. അപ്പം ദേ ആയതുകൊണ്ട് ഹാവ് യൂസ് ചെയ്തു, പ്ലസ് ബീൻ പ്ലസ് ട്രൈയുടെ ING ഫോം ട്രൈയിങ് ടു കോണ്ടാക്ട് ഹെർ. അപ്പോൾ ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അടുത്തത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുന്നത് ടു റെഫർ സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. അടുത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് ഡിഡ് ആണ് പ്ലസ് വെർബ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ വി സ്റ്റേയ്ഡ് ഇൻ എ ഹോട്ടൽ, അതായത് വി സബ്ജക്റ്റും സ്റ്റേ ആണ് വെർബ്. അപ്പോൾ ഡിഡ് സ്റ്റേ എന്ന് പറയുമ്പോൾ സ്റ്റേയ്ഡ്, അപ്പോൾ വി സ്റ്റേയ്ഡ് ഇൻ എ ഹോട്ടൽ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ഇവൻറ്റ് ഓർ ഒക്കറൻസ് ദാറ്റ് ഈസ് ഓൺ ഗോയിങ് ഓർ കണ്ടിന്യൂയിങ് ഇൻ ദി പാസ്റ്റ്. ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോമാണ്.
എക്സാമ്പിൾ വി വെയർ പ്ലേയിങ് ടെന്നീസ് അറ്റ് ദ ക്ലബ്. അപ്പോൾ ഇവിടെ വി എന്ന് പറഞ്ഞാൽ പ്ലൂരൽ, അപ്പോൾ നമ്മൾ വെയർ യൂസ് ചെയ്യും. പിന്നെ വെർബ് പ്ലേ ആണ്. ഇതിൻ്റെ ഐ എൻ ജി ഫോം എന്ന് പറയുമ്പോൾ പ്ലേയിങ്. അപ്പോൾ വി വെയർ പ്ലേയിങ് ടെന്നീസ് അറ്റ് ദി ക്ലബ്. അപ്പോൾ ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ദിസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ഇവൻറ്റ് ഇൻ ദ പാസ്റ്റ് ദാറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. പാസ്റ്റിൽ നടന്ന് അത് പാസ്റ്റിൽ തന്നെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് വെർബാണ്. V3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ വി ഹാഡ് കംപ്ലീറ്റഡ് അവർ മാച്ച് ബിഫോർ ഷീ ഹാഡ് കം. അപ്പോൾ ഇവിടെ വി സബ്ജക്റ്റ് ഹാഡ് പ്ലസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ വി ഹാഡ് കംപ്ലീറ്റഡ് അവർ മാച്ച് ബിഫോർ ഷീ ഹാഡ് കം. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണെന്ന് നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അൻ ഇവൻറ്റ് ഓർ ആക്ഷൻ ഓർ ഒക്കറൻസ് ദാറ്റ് സ്റ്റാർട്ടഡ് ബിഫോർ അനദർ ഇവൻറ്റ്, ആക്ഷൻ ഓർ ഒക്കറൻസ് ഇൻ ദി പാസ്റ്റ്. അതായത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് ഇൻറ്ററപ്റ്റഡ് അനദർ ഇവൻറ്റ് ഓർ ആക്ഷൻ. ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. എക്സാമ്പിൾ ഐ ഹാഡ് ബീൻ പ്ലേയിങ് ദി ഡ്രംസ് സിൻസ് സ്കൂൾ ടൈം. അപ്പം സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, ഹാഡ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം പ്ലേയിങ് ദ ഡ്രംസ് സിൻസ് സ്കൂൾ ടൈം. സോ ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ടെൻസിൻ്റെയൊക്കെ ഫോം നമ്മൾ ഓർത്ത് വയ്ക്കണം. അടുത്തത് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിലുള്ള ഒരു ഇവൻറ്റോ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഇവൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് അതിൽ വിൽ ഓർ ഷാളാണ് ഉണ്ടാവുക. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബ്, ഇതാണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ വി ഷാൾ ബി ദെയർ ബൈ നൂൺ. ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വരുമ്പോൾ ഇറ്റ് ഡിസ്ക്രൈബ് ദ ആക്ഷൻസ് ദാറ്റ് ആർ ഓൺ ഗോയിങ് ഓർ കണ്ടിന്യൂയിങ് ഇൻ ദി ഫ്യൂച്ചർ. ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING ആണ്. എക്സാമ്പിൾ ഹിസ് പേരൻസ് വിൽ ബി അറ്റൻഡിങ് ദി കോൺവൊക്കേഷൻ. അപ്പം ഹിസ് പേരൻസ് വിൽ ബി അറ്റൻഡിങ് എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോം ദി കോൺവൊക്കേഷൻ. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ഓർ ഡിസ്ക്രൈബ് ആൻ ഇവൻറ്റ് ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് സം ടൈം ഇൻ ദ ഫ്യൂച്ചർ ബിഫോർ അനദർ ആക്ഷൻ ടേക്ക് പ്ലേസ്. ഇതിൻ്റെ ഫോം എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബാണ് V3 ഫോം. അപ്പം എക്സാമ്പിൾ നോക്കാം. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് 10 years ഓഫ് വർക്ക് ഇൻ ഡിസംബർ ദിസ് ഇയർ. അപ്പം ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വിൽ ഹാവ് കംപ്ലീറ്റിൻ്റെ V3 ഫോം കംപ്ലീറ്റഡ്. അപ്പോൾ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് 10 years ഓഫ് വർക്ക് ഇൻ ഡിസംബർ ദിസ് ഇയർ. ലാസ്റ്റത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദിസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ദാറ്റ് ഇസ് കണ്ടിന്യൂയിങ് ഇൻ ദി ഫ്യൂച്ചർ ആൻഡ് വിൽ ബി കംപ്ലീറ്റഡ് അറ്റ് എ സ്പെസിഫൈഡ് ടൈം ഇൻ ദി ഫ്യൂച്ചർ. ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോമാണ്. അതായത് ഐ ഷാൾ ഹാവ് ബീൻ ലിവിങ് ഇൻ മുംബൈ ഫോർ 5 years ബൈ മെയ് 2023. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫൈഡ് ടൈമിൽ അത് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ ബൈ മെയ് 2023 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് ലിവിങ് ING ഫോമാണ് വെർബിൻ്റെ. സോ ഇതാണ് ടെൻസസ്, പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ടെൻസസ്. അതിൻ്റെ ഫോർമുല ഫോം നമ്മൾ ഓർത്തിരിക്കണം, അതാണ് പഠിക്കേണ്ടത് മെയിനായിട്ട്. സോ ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമുക്കൊരു സെൻറ്റൻസ് കിട്ടിയാൽ അത് സിമ്പിൾ പ്രസൻറ്റിലുള്ള സെൻറ്റൻസ് ആണെങ്കിൽ നമ്മളത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കണം. അതായത് പ്രസൻറ്റിലുള്ള എല്ലാത്തിനെയും പാസ്റ്റിലേക്ക് മാറ്റണം.
സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്കും പാസ്റ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കുമാണ് മാറ്റേണ്ടത്. എക്സാമ്പിൾ നോക്കാം. ഐ ലൈക്ക് ടു സ്വിം ഇൻ ദി ഓഷ്യൻ. ഇതൊരു സിമ്പിൾ പ്രസൻറ്റിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇതിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. അപ്പം ഷീ സെഡ് ഷീ ലൈക്ക്ഡ് ടു സ്വിം ഇൻ ദി ഓഷ്യൻ. ഐ എന്നുള്ളത് ഷീ ആയി മാറും. ഷീ സെഡ്, അവൾ പറഞ്ഞു. ഷീ ലൈക്ക്ഡ് ആയി മാറി. ഷീ ലൈക്ക്ഡ് ടു സ്വിം ഇൻ ദി ഓഷ്യൻ. അടുത്തത് ഐ ലീവ് ഇൻ ന്യൂ ഓർലിയൻസ്. ഇതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പം ഹീ ആവും. ഹീ സെഡ് ഹീ ലീവ്ഡ് ഇൻ ന്യൂ ഓർലിയൻസ്. അടുത്തത് ഐ വെൻറ്റ് ടു സ്കൂൾ ഇൻ ദി മോർണിംഗ്. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഷീ സെഡ് ഷീ ഹാഡ് ഗോൺ ടു സ്കൂൾ ദാറ്റ് മോർണിംഗ്. അടുത്തത് ഐ വാസ് വാക്കിംഗ് നിയർ ദി ബീച്ച് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുമ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ വാക്കിംഗ് നിയർ ദി ബീച്ച്. അടുത്ത ഐ ഹാവ് കോട്ട് എ ഫ്യൂ ഫിഷസ്. ഈ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഷീ സെഡ് ഷീ ഹാഡ് കോട്ട് എ ഫ്യൂ ഫിഷസ്. അടുത്തത് ഐ ഹാഡ് ട്രെക്ക്ഡ് ദി ഹിമാലയാസ് ദിസ് ടൈം ലാസ്റ്റ് ഇയർ. ഈ സെൻറ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റിലാണുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ഐ എന്താവും? ഹീ ആവും. ഹീ സെഡ് ഹീ ഹാഡ് ട്രെക്ക്ഡ് ദി ഹിമാലയാസ് ദിസ് ടൈം ലാസ്റ്റ് ഇയർ. അടുത്തത് സം വേർഡ് ട്രാൻസിഷൻസ് ഫ്രം ഡയറക്റ്റ് ടു റിപ്പോർട്ടഡ് സ്പീച്ച് ദാറ്റ് വിൽ കം ഇൻ ഹാൻഡി. അതായത് വില്ല് വരുന്നതിന് എന്ത് ചെയ്യണം? വില്ല് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കില്ല. അപ്പം വില്ലിനെ നമ്മൾ വുഡാക്കി മാറ്റും. ക്യാനെ കുഡാക്കണം. വുഡ് ആണെങ്കിൽ വുഡെന്ന് തന്നെ എഴുതിയാൽ മതി. ഷുഡെന്ന് തന്നെ എഴുതുക. മസ്റ്റിനെ മസ്റ്റെന്ന് തന്നെ എഴുതുക. അതുപോലെ ഷാൾ എന്താവും? ഷുഡാകും. ഇനി ഇതിൻ്റെ ഒരു എക്സെപ്ഷനാണ്. എ പ്രസൻറ്റ് ടെൻസ് ഇൻ ഡയറക്റ്റ് സ്പീച്ച് may not become a past tense in the reported speech if it's a fact or something generic we are talking about in the sentence. അതായത് ജനറൽ ആയിട്ടുള്ളൊരു ഫാക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, എക്സാമ്പിൾ സൺ റൈസസ് ഫ്രം ദി ഈസ്റ്റ്. അപ്പോൾ അതൊരു ഡയറക്റ്റ് സ്പീച്ചിലാണ്. ദ സൺ റൈസസ് ഫ്രം ദ ഈസ്റ്റ്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്കാക്കുമ്പോൾ അതിന് മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഷീ സെഡ് ദാറ്റ് ദ സൺ റൈസസ് ഫ്രം ദ ഈസ്റ്റ്. അടുത്തത് സിനോണിംസ് ആണ്. ഞാൻ ഓൾറെഡി സിനോണിംസിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. ഇതിൽ ഞാൻ കുറച്ച് സിനോണിംസ് ആണ് പറയുന്നുള്ളൂ. അമേസിങ്ങിൻ്റെ സിനോണിംസ് ആണ് ഇൻക്രെഡിബിൾ, അൺബിലീവബിൾ. അതുപോലെ തന്നെ ഇംപ്രോബബിൾ, അസ്റ്റോണിഷിങ്. ഇതെല്ലാം അമേസിങ്ങിൻ്റെ സിനോണിംസ് ആണ്. നെക്സ്റ്റ് ആങ്കറിൻ്റെ സിനോണിംസ് ആണ് എൻറേജ്, ഇൻഫ്യൂരിയേറ്റ്, എറൗസ്. അടുത്തത് ഓഫുളിൻ്റെ സിനോണിം ഡ്രെഡ്ഫുൾ, ടെറിബിൾ. ദെൻ ബ്യൂട്ടിഫുളിൻ്റെ മീനിങ് ആയിട്ട് വരുന്നതാണ് ഗോർജിയസ്, ഡാസ്ലിംഗ്. അടുത്തത് ഹൈഡ് എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുകയാണ്. കൺസീൽ, ക്യാമഫ്ലേജ് ഒക്കെ അതിൻ്റെ സിനോണിമാണ്. ദെൻ ലുക്ക് എന്ന് പറയുമ്പോൾ സ്ക്രൂട്ടനൈസ്, ഇൻസ്പെക്റ്റ് എന്നുള്ള വേർഡ്സൊക്കെ സെയിം മീനിങ് ആണ് വരുന്നത്. ദെൻ ക്വൈറ്റിൻ്റെ ട്രാൻക്വിൽ, അതുപോലെ പീസ്ഫുൾ. ദെൻ സ്കെയർഡ് ഭയപ്പെടുന്നതാണ്. അപ്പോൾ പാനിക്ഡ്, ഫിയർഫുൾ, അൺനെർവ്ഡ്, ഇൻസെക്യൂർ ഇതെല്ലാം സെയിം മീനിങ് ആണ്. ദെൻ ഷോയുടെ സിനോണിമാണ് ഡിസ്പ്ലേ, എക്സിബിറ്റ്. അതുപോലെ ലേസിയുടെ സിനോണിമാണ് ഇൻഡോളൻറ്റ്, സ്ലോത്ത്ഫുൾ. അപ്പോൾ ഇത്തരം വേർഡ്സിൻ്റെ സിനോണിമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ. ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനോണിംസിൻ്റെ ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് അൻറ്റോണിംസ് ആണ്. അൻറ്റോണിംസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ്സ് ആണ്. അപ്പോൾ ആബ്സെൻസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന പ്രസൻസ് അറിയാം. അതുപോലെ തന്നെ വരുന്നതാണ് പ്ലെൻറ്റി, എക്സിസ്റ്റൻസ്. ദെൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് റെഫ്യൂസ് ചെയ്യുകയാണ്. അതുപോലെ ഫെയിൽ, ഡിനേ, റിജക്റ്റ് ഇതെല്ലാം അക്സെപ്റ്റിൻ്റെ ആൻറ്റോണിംസ് ആണ്. ദെൻ ആക്യുറേറ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഇൻആക്യുറേറ്റ്. അതുപോലെ ഇൻഡെഫിനിറ്റ്,
അൺറിലയബിൾ, അതുപോലെ ഫോൾട്ടി, ഇതെല്ലാം ആക്യുറേറ്റിൻ്റെ അൻറ്റോണിംസ് ആണ്. ദെൻ അഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജിൻ്റെ അൻറ്റോണിമാണ് ഡിസഡ്വാൻറ്റേജ്, അതുപോലെ ഹാം. ദെൻ എലൈവ്, എലൈവിൻ്റെ അൻറ്റോണിമാണ് ഡെഡ്, അൺകോൺഷ്യസ്, സ്ലഗിഷ്, അതുപോലെ ഡിസീസ്ഡ്. അടുത്ത ഏൻഷ്യൻ്റ്, ഏൻഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പഴയതാണ്. അപ്പം അതിൻ്റെ അൻറ്റോണിമ് മോഡേൺ, അതുപോലെ കറൻറ്റ്, ഫ്രഷ്, ന്യൂ, ഇതെല്ലാം ഏൻഷ്യൻറ്റിൻ്റെ ആൻറ്റോണിംസ് ആണ്. ദെൻ ആൻസർ, ആൻസർ ഉത്തരമാണ്. അപ്പോൾ ഉത്തരത്തിൻ്റെ ആൻറ്റോണിം ക്വസ്റ്റ്യൻ വരാം, ക്വയറി. അടുത്തത് അപ്രൂവൽ, അപ്രൂവലിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഡിസപ്രൂവൽ, ഡിനയൽ, വീറ്റോ, റെഫ്യൂസലൊക്കെയാണ്. ദെൻ അപ്രോച്ച്ഡ്, അപ്രോച്ചിൻ്റെ ആൻറ്റോണിമാണ് ഡിപ്പാർട്ടഡ്, ലീവ്, റിട്രീറ്റ്. ദെൻ അബണ്ടൻറ്റ്, അബണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ധാരാളമാണ്. അപ്പോൾ സ്കേഴ്സിറ്റി, സ്കേഴ്സ് വരും, ലാക്കിംഗ്, സ്പാഴ്സ്, മീക്കർ, ഇതെല്ലാം അബണ്ടൻറ്റിൻ്റെ ആൻറ്റോണിമാണ്. ദെൻ അഡ്മിറ്റ്, അഡ്മിറ്റ് ചെയ്യുക, അതിൻ്റെ ആൻറ്റോണിമാണ് ഡിനെ, റെപ്പുഡിയേറ്റ്, എക്സ്പെൽ, പുറത്താക്കലാണ്. ദെൻ അഡ്വാൻസ്, അഡ്വാൻസിൻ്റെ ആൻറ്റോണിമാണ് റിട്രീറ്റ്, റിട്ടയർ, ബിഹൈൻഡ്, ലേറ്റർ. അതായത് ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്കുകളാണിതൊക്കെ. ദെൻ ആർട്ടിഫിഷ്യൽ, ആർട്ടിഫിഷ്യലിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് നാച്ചുറൽ, ജെനുവിൻ, റിയൽ, അൺഅഫക്റ്റഡ്. അടുത്തത് അസെൻറ്റ്, അസെൻറ്റിൻ്റെ ആൻറ്റോണിമാണ് ഡിസെൻറ്റ്, അതുപോലെ ഡ്രോപ്പ്, സ്ലംപ്, ഡിക്ലൈൻ, എക്സെട്ര. ദെൻ അറ്റാക്ക്, അറ്റാക്കിൻ്റെ ആൻറ്റോണിമാണ് ഡിഫൻസ്, ഫ്ലൈറ്റ്. ദെൻ ഡീപ്പ്, ഡീപ്പിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വേർഡ്സാണ് ഷാലോ, ആർട്ട്ലെസ്, ഫ്ലൈറ്റി, ട്രിവിയൽ. അതുപോലെ ഡിക്രീസ്, ഡിക്രീസ് കുറയുക, അപ്പോൾ ഇൻക്രീസ്, എക്സ്പാൻഷൻ, ഗ്രോത്ത്, എൻലാർജ്മെൻറ്റ്, ഈ വാക്കുകളൊക്കെ ഡിക്രീസിൻ്റെ ആൻറ്റോണിമായിട്ട് വരുന്നതാണ്. ദെൻ ഡെസ്പെയർ, ഡെസ്പെയറിൻ്റെ ആൻറ്റോണിമാണ് ഹോപ്പ്, ചിയർ, ഫെയ്ത്ത്, പ്ലഷർ. ദെൻ ഡിസപ്പിയറിൻ്റെ ആൻറ്റോണിമാണ് അപ്പിയർ, ബിഗിൻ, സോളിഡിഫൈ, എക്സെട്ര. അടുത്തത് ഡിസ്മൽ, ഡിസ്മലിൻ്റെ ആൻറ്റോണിമാണ് ചിയർഫുൾ, അതുപോലെ ബ്രൈറ്റ്. ദെൻ ഫൂളിഷ്, ഫൂളിഷിൻ്റെ ആൻറ്റോണിമാണ് വൈസ്, സെയിൻ, റിയലിസ്റ്റിക്, സീരിയസ്, എക്സെട്ര. ദെൻ ഫേമസ്, ഫേമസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന മീനിങ് വരുന്ന വേർഡ്സാണ് അൺനോൺ, അതുപോലെ ഒബ്സ്ക്യൂർ, ഇൻഫീരിയർ, ടിപ്പിക്കൽ, എക്സെട്ര. ദെൻ ഫസ്റ്റ്, ഫസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ലാസ്റ്റ് ഉണ്ട്, അതുപോലെ മൈനർ വരും. ദെൻ ജെൻറ്റിൽ, ജെൻറ്റിലിൻ്റെ ആൻറ്റോണിമായിട്ട് വരുന്നതാണ് റഫ്, എക്സൈറ്റഡ്, ഹാർഷ്, ഈ വാക്കുകളൊക്കെ. ദെൻ ഗ്ലൂമി, ഗ്ലൂമിയുടെ ആൻറ്റോണിമാണ് ചിയർഫുൾ, ലൈവ്ലി, ലൂമിനസ്. അടുത്ത ജെയിൻറ്റ്, ജെയിൻറ്റിൻ്റെ ആൻറ്റോണിമാണ് ഡ്വാർഫ്, പിക്മി, ടീനി. ജെയിൻറ്റ് എന്ന് പറഞ്ഞാൽ വലുത്, ഡ്വാർഫ് ചെറുത്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹാപ്പി, ഹാപ്പിയുടെ ആൻറ്റോണിമാണ് സാഡ്, അതുപോലെ മിസറബിൾ, എക്സെട്ര. ഇനി നമ്മൾ ഫ്രേസൽ വേർബ്സിലേക്ക് പോവാണ്. ആദ്യത്തെ ഫ്രേസൽ വേർബ് ആസ്ക് അറൗണ്ട്. ആസ്ക് അറൗണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ടു എൻക്വയർ അബൌട്ട് സംതിങ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ, പല ആളുകളോട് ഒരു കാര്യത്തെപ്പറ്റി അന്വേഷിക്കലാണ്. ദ ടീച്ചർ ആസ്ക്ഡ് അറൗണ്ട് ദ എൻറ്റയർ സ്കൂൾ ഇഫ് ദേ സോ എ ലിറ്റിൽ ബോയ് നെയിംഡ് കൃഷ്ണ ഗോയിങ് അപ്സ്റ്റേഴ്സ്. അപ്പോൾ ഒരു ലിറ്റിൽ ബോയ് അപ്സ്റ്റേഴ്സിലേക്ക് മുകളിലേക്ക് പോയോ എന്ന് ടീച്ചർ എൻ്റെ സ്കൂളിലെ എല്ലാവരോടും അന്വേഷിച്ചു എന്നാണ് അർത്ഥം. ദെൻ അബൈഡ് ബൈ, മീനിങ് ടു ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് സംതിങ് ഓർ ടു റിമെയിൻ ഫെയ്ത്ത്ഫുൾ ടു സംവൺ. An example, while you are here, you will have to abide by the rules and regulations of this organization. അപ്പോൾ നിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഓർഗനൈസേഷൻ്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അനുസരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് അക്കൗണ്ട് ഫോർ. ഇതിൻ്റെ മീനിങ് ടു എക്സ്പ്ലെയിൻ സംതിങ് ബൈ കണക്റ്റിംഗ് ഓർ റിലേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഓർ ടു ബി ദി പ്രൈമറി കോസ് ഓഫ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ്, അല്ലെങ്കിൽ ടു ഡെസ്ട്രോയ്. ഇതെല്ലാം ഈ അക്കൗണ്ട് ഫോർ എന്ന വേർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്നതാണ്. ഇതിന് എക്സാമ്പിൾ കൊടുത്തേക്കുന്ന ദി ഡോക്ടർ ഡസ് നോട്ട് ഹാവ് ടു അക്കൗണ്ട് ഫോർ എനിത്തിങ് ടു യു. അതായത് അക്കൗണ്ട് ഫോർ എന്ന് ഉദ്ദേശിക്കുന്നത് ടു ഡെസ്ട്രോയ് ആവാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ സംതിങ് കണക്റ്റിംഗ് വിത്ത് ദി സർക്കംസ്റ്റാൻസസ്.
അടുത്തത് ബ്രേക്ക് ഇൻ ആണ്. ടു എൻ്റർ എ ബിൽഡിംഗ് ഓർ എ പ്ലേസ് ഫോഴ്സ്ഫുള്ളി ഒരു ബിൽഡിങ്ങിലോ പ്ലേസിലേക്കോ എൻ്റർ ചെയ്യുന്നു. അതുപോലെ ടു സ്റ്റാർട്ട് സംതിങ് ബ്രാൻഡ് ന്യൂ ഓർ ടേക്ക് സംതിങ് ടു എ ന്യൂ ലെവൽ. ഇതിന് എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് someone tried to break into our house last Saturday. അപ്പോൾ ഒരാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ചാൾസ് ബ്രോക്ക് ഇൻ വിത്ത് ദി ന്യൂവെസ്റ്റ് സ്മാർട്ട് ഫോൺ. അടുത്ത ക്വസ്റ്റ്യൻ ബ്രേക്കപ്പിൻ്റെ മീനിങ് ടു ബ്രേക്ക് സം ഒബ്ജക്ട്സ് ഇൻ ടു പീസസ്. ഒന്നില്ലെങ്കിൽ ഒരു സാധനം പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ടു ഡിസോൾവ് ഓർ ടു പാർട്ട്. ഇതാണ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ. ബ്രേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക എന്ന് പറയാം, അല്ലെങ്കിൽ പുട്ട് ആൻ എൻഡ് ടു സംതിങ്. എക്സാമ്പിൾ ഡയാന ബ്രോക്ക് ഓഫ് ഹെർ എൻഗേജ്മെൻറ്റ്. അടുത്തത് നോക്കാം ബ്രിങ് ഓൺ. ബ്രിങ് ഓണിൻ്റെ മീനിങ് ടു കോസ് സംതിങ് ടു ഹാപ്പൻ. എക്സാമ്പിൾ എക്സസീവ് ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ് ക്യാൻ ബ്രിങ് ഓൺ സീരിയസ് ഹെൽത്ത് ഹസാർഡ്സ് ലൈക്ക് ഹാർട്ട് അറ്റാക്സ്, ലങ് ഡിസീസസ് ആൻഡ് ക്യാൻസർ. എക്സസീവ് ആയിട്ടുള്ള ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങും ഹെൽത്ത് ഹസാർഡ്സിന് കാരണമാകുന്നു. അതാണ് ബ്രിങ് ഓൺ ഉദ്ദേശിക്കുന്നത്. ദെൻ ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു മെൻഷൻ, ടു നർച്ചർ ഓർ ടു അൺകവർ സംതിങ്. ബ്രിങ് അപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരും, നർച്ചർ ചെയ്തുകൊണ്ട് വരികയാണ്, അതിന് നമുക്ക് ബ്രിങ് അപ്പ് എന്ന് പറയാം. അടുത്ത കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ എന്നാണ് മീനിങ്. ദി മാനേജിംഗ് ഡയറക്ടർ ഹാഡ് ടു കോൾ ഓഫ് ദി മീറ്റിംഗ് ബിക്കോസ് ഓഫ് സം മെഡിക്കൽ എമർജൻസി. ക്യാൻസൽ ചെയ്തു. ദെൻ ക്യാച്ച് അപ്പ് എന്ന് പറഞ്ഞാൽ ടു അപ്ഡേറ്റ് വൺ സെൽഫ് വിത്ത് ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഈവൻറ്റ്സ് ഓർ ടു എൻടാങ്കിൾ. അടുത്ത ഗെറ്റ് ബാക്ക്, ടു റിട്രീവ് എന്ന് പറയാം, അല്ലെങ്കിൽ ടു ഡു സംതിങ് ടു ഹാം ഓർ ഹേർട്ട് സം വൺ ഹൂ ഹാസ് ഹാംഡ് ഓർ ഹേർട്ട് യു. നിങ്ങളെ ഹേർട്ട് ചെയ്ത ആളെ നിങ്ങൾ തിരിച്ചും ഹേർട്ട് ചെയ്യുന്നു. മേക്ക് ഷുവർ യു ഗെറ്റ് എവറി സിംഗിൾ ഫോം ബാക്ക് ബിഫോർ യു ലീവ് ദി ഓഫീസ് ടുഡേ ഈവനിങ്. ഈ പറഞ്ഞതൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ദ ബോയ്സ് ഫ്രം ദ അതർ സ്കൂൾ ആർ പ്ലാനിങ് ടു ഗെറ്റ് ബാക്ക് അറ്റ് അസ് ബിക്കോസ് ദേ ലോസ് ദി മാച്ച്. അതായത് മാച്ചിൽ തോറ്റു എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു, ഒരു ഹാം ചെയ്യാനായിട്ട് വരികയാണ്. ഗെറ്റ് ത്രൂയുടെ മീനിങ് ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ ഹെർ ടു ഗെറ്റ് ത്രൂ ഓൾ ഓഫ് ഇറ്റ് എലോൺ. അടുത്ത എക്സാമ്പിളാണ് സിൻഡ്രല്ല ഗോട്ട് ത്രൂ ദ ബുക്ക് ഷീ വാസ് റീഡിങ് ദിസ് ആഫ്റ്റർനൂൺ. അതായത് സിൻഡ്രല്ല കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഗീവിൻ്റെ മീനിങ് ആണ് ടു കൊളാപ്സ് ഓർ ടു ഫോൾ, അതുപോലെ ടു സറണ്ടർ ഓർ ടു അഡ്മിറ്റ് ഡിഫീറ്റ്. എക്സാമ്പിൾ ദ ബിൽഡിംഗ് ഗേവ് ഇൻ ഡ്യൂ ടു ദി എർത്ത്, അതായത് കൊളാപ്സ്ഡ് ആയി എന്നാണ് പറയുന്നത്. അതുപോലെ ആഫ്റ്റർ എ ലോങ് ക്വാറൽ ഐ ഫൈനലി ഗേവ് ഇൻ ആൻഡ് ലെറ്റ് ഹിം ഹാവ് ദി ലാസ്റ്റ് പീസ് ഓഫ് കേക്ക്. ഗോ എബൌട്ട് എന്ന് പറഞ്ഞാൽ ടു കീപ് വൺ സെൽഫ് ബിസി വിത്ത് സംതിങ്. എക്സാമ്പിൾ മൈ ബ്രദർ ജസ്റ്റ് ഗോസ് എബൌട്ട് ഹിസ് വർക്ക്, ഹി നെവർ ഹാസ് ടൈം ഫോർ ദി ഫാമിലി. അടുത്ത ഗ്രോ അപ്പ് എന്ന് പറഞ്ഞാൽ ടു ഡെവലപ്പ് അല്ലെങ്കിൽ ഫ്ലറിഷ് എന്നാണ് മീനിങ്. അടുത്തത് നോക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു കിൽ അല്ലെങ്കിൽ ടു റിമൂവ് ആസ് എ ഡിസ്കൗണ്ട്, ടു റോബ് എന്നൊക്കെയാണ് മീനിങ്. നോക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ടു സ്റ്റേജ് എ ഹേസ്റ്റ് ഓഫ്, ടു സ്ട്രൈക്ക് സംതിങ് എന്നാണ് മീനിങ്. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ഓർ ടു സീക്ക് എന്നുള്ളതാണ് മീനിങ്. ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ബി കെയർഫുൾ ആൻഡ് വിജിലൻ്റ് ആയിരിക്കണം. ദ പോലീസ് ഹാവ് ആസ്ക്ഡ് ഫോർ ഓൾ ദി റെസിഡൻസ് ഓഫ് ദ ഏരിയ ടു ലുക്ക് ഔട്ട് ഫോർ ദി മെൻ വിയറിംഗ് പെക്യുലിയർ ക്ലോത്ത്സ്. അടുത്ത ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ടു റെഫർ ഓർ സെർച്ച് ഫോർ ഇൻഫോർമേഷൻ ആണ്. I guess I have to look up the dictionary to find out the meaning of the word I do not know. Look up the dictionary എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുക അല്ലെങ്കിൽ സെർച്ച് ഫോർ ആൻ ഇൻഫോർമേഷൻ എന്നുള്ളതാണ് മീനിങ്. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ഓർ എക്സ്പ്ലോർ ഓർ ടു കൺസിഡർ എന്നുള്ളതാണ് അർത്ഥം. പുൾ ഓഫ് എന്ന് പറഞ്ഞാൽ ടു അച്ചീവ് അല്ലെങ്കിൽ സക്സീഡ് ഓർ മേക്ക് ഇറ്റ് ഹാപ്പൻ. പുൾ ഓവർ എന്ന് പറഞ്ഞാൽ ടു കം ടു എ സ്റ്റോപ്പ്. അടുത്ത പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് അല്ലെങ്കിൽ ടു ബിയർ വിത്ത്, സഹിക്കുക എന്നുള്ള മീനിങ് ആണ്. ത്രോ അപ്പ് എന്ന് പറഞ്ഞാൽ ടു വോമിറ്റ് എന്നാണ് മീനിങ്. ദ ലിറ്റിൽ ബോയ് ത്രൂ അപ്പ് ആഫ്റ്റർ ജമ്പിങ് അറൗണ്ട് ദി ഹോൾ ഡേ. അപ്പോൾ വോമിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ത്രോ അപ്പ്.
അടുത്ത ടേൺ ഇൻ ആണ്. ടേൺ ഇൻ എന്ന് പറഞ്ഞാൽ ടു സബ്മിറ്റ് ഓർ ടു ടെൽ ഓൺ സം വൺ. ഹി ടേൺഡ് ഹിംസെൽഫ് ഇൻ ടു ദി പോലീസ്. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ടു റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹി ടേൺ ഡൗൺ ദി ഓഫർ റിജക്റ്റ് ചെയ്തു. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് എ റിസൾട്ട് എന്നാണ് അർത്ഥം. അടുത്ത് നോക്കുന്ന സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. ഇതിൽ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ദ വെർബ് ഈസ് ഓൾസോ സിംഗുലർ ആൻഡ് ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂരൽ ദി വെർബ് ഈസ് ഓൾസോ പ്ലൂരൽ. അതായത് സബ്ജക്റ്റ് തന്നിരിക്കുന്നത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബും സിംഗുലർ ആയിരിക്കും. പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ ആയിരിക്കും. ഇവിടെ ഹീ പ്ലേസ് ഫുട്ബോൾ. ഹീ സിംഗുലർ ആണ്, പ്ലേസ് എന്താണ് സിംഗുലർ. ദേ പ്ലേ ഫുട്ബോൾ. ദേ എന്താണ് പ്ലൂരൽ, അപ്പോൾ പ്ലേ എന്ന് വന്നു. പ്ലേ പ്ലൂരലാണ്. ദേ പ്ലേ ഫുട്ബോൾ. ഇതാണ് ഫസ്റ്റത്തെ റൂള്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ ഫസ്റ്റത്തെ റൂളാണ് ഈ പറഞ്ഞത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. സെക്കൻഡ് റൂള് ദ നമ്പർ ഓഫ് സബ്ജക്റ്റ് വിൽ നോട്ട് ചേഞ്ച് ഡ്യൂ ടു വേർഡ്സ് ഓർ ഫ്രേസസ് ഇൻ ബിറ്റ്വീൻ ദി സബ്ജക്റ്റ് ആൻഡ് വെർബ്. എക്സാമ്പിൾ നോക്കാം. വൺ ഓഫ് ദ ഗ്ലാസസ് ഈസ് എംപ്റ്റി. ഇവിടെ ശരിക്കും സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ആണ്. നമ്മൾ ഗ്ലാസസ് എന്ന് കാണുമ്പോൾ ഗ്ലാസ് ആണ് സബ്ജക്റ്റ് എന്ന് കരുതും. അപ്പോൾ ഗ്ലാസസ് എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ 6 എഴുതണമെന്ന്. പക്ഷേ ഇവിടെ ശരിക്കുള്ള സബ്ജക്റ്റ് വൺ ആണ്. അപ്പോൾ വൺ സിംഗുലർ ആയതുകൊണ്ട് വെർബും സിംഗുലർ ആയിരിക്കും. വെർബ് ഏത് വരും? ഈസ് ആണ് വരുന്നത്, 6 അല്ല വരുന്നത്. ദി ബൊക്കെ ഓഫ് റെഡ് റോസസ് സ്മെൽസ് സോ സ്വീറ്റ്. ഇവിടെയും ബൊക്കെയാണ് സബ്ജക്റ്റ്, അത് സിംഗുലർ ആണ്. അതുകൊണ്ട് വെർബ് സ്മെൽസ് ആണ് വരുന്നത്. റോസസ് അല്ല സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത തേർഡ് റൂൾ ഏതാണെന്ന് നോക്കാം. തേർഡ് റൂള് സബ്ജക്ട്സ് ദാറ്റ് ആർ ജോയിൻഡ് ബൈ ആൻഡ് ഇൻ എ സെൻറ്റൻസ് യൂസ് എ പ്ലൂരൽ വെർബ്. അതായത് ഒരു സെൻറ്റൻസിൽ ആൻഡ് ആണെങ്കിൽ നമുക്ക് പ്ലൂരൽ വെർബ് ഉപയോഗിക്കാം. ആൻഡ് സബ്ജക്ട്സ് ദാറ്റ് ആർ ജോയിൻഡ് ബൈ എയ്തർ ഓർ നെയ്തർ നോർ യൂസ് എ സിംഗുലർ വെർബ്. എക്സാമ്പിൾ രാധ ആൻഡ് മീര ആർ കമ്മിങ് ഹോം. ഇവിടെ ആൻഡ് ആണല്ലോ. ആൻഡ് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ പ്ലൂരൽ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്യും, ആറ്. ഇനി നെയ്തർ നോർ അല്ലെങ്കിൽ ഓർ, എയ്തർ ഓർ ഉപയോഗിക്കുന്നിടത്ത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് സിംഗുലർ ആയിട്ടുള്ള വെർബായിരിക്കും. നെയ്തർ അക്ഷി നോർ രോഹിത് ഈസ് കമ്മിങ് ഹോം. മൈ ഡാഡ് ഓർ മൈ മോം ഈസ് അറൈവിങ് ടുഡേ. അവിടെയെല്ലാം നമ്മൾ ഈസാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് വച്ചിട്ടുള്ളിടത്ത് മാത്രമാണ് നമ്മൾ ആറ് യൂസ് ചെയ്യുന്നത്. ഇതാണ് തേർഡ് റൂൾ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് റൂള് വെൻ ദ സബ്ജക്റ്റ് ഈസ് ഫോളോഡ് ബൈ വേർഡ്സ് സച്ച് ആസ് വെൽ ആസ്, അലോങ് വിത്ത്, ബിസൈഡ്സ്, നോട്ട്, എക്സെട്ര. ഇഗ്നോർ ദം ആൻഡ് യൂസ് എ സിംഗുലർ വെർബ് ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ. അതായത് ആസ് വെൽ ആസ് അല്ലെങ്കിൽ അലോങ് വിത്ത്, ബിസൈഡ്സ് ഇതുപോലുള്ള വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത് സിംഗുലർ സബ്ജക്റ്റിന്. ഓക്കെ. മാറ്റ് ആസ് വെൽ ആസ് ഹിസ് ഡോഗ് ഈസ് എക്സ്പെക്റ്റഡ് ഷോർട്ട്ലി. ഇവിടെ ആസ് വെൽ ആസ് ഉപയോഗിച്ചു. നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഏതാണ്? ഈസാണ്. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതിൽ സിംഗുലർ സബ്ജക്റ്റ്, അപ്പോൾ നമ്മൾ ഈസ് യൂസ് ചെയ്യും. അടുത്ത റൂള് സെൻറ്റൻസസ് ദാറ്റ് ഇൻക്ലൂഡ് സംസ് ഓഫ് മണി, പീരീഡ്സ് ഓഫ് ടൈം ഓർ ഡിസ്റ്റൻസസ് എക്സെട്ര യൂസ് സിംഗുലർ വെർബ്. അതായത് മണി, പീരീഡ്, ടൈമൊക്കെ യൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. 500 rupees ഈസ് എ ഹൈ പ്രൈസ് ടു പേ. അപ്പോൾ നമ്മളിവിടെ 500 rupees ഒരു സം ഓഫ് മണിയാണ്. അപ്പോൾ നമ്മളവിടെ സിംഗുലർ ആയിട്ടുള്ള വേർബാണ് ഈസ് യൂസ് ചെയ്യുന്നു. അടുത്ത സിക്സ്ത് റൂൾ എന്ന് പറയുന്നത് ദി കേസ് ഓഫ് കളക്റ്റീവ് നൗൺ സച്ച് ആസ് ഗ്രൂപ്പ്, പോപ്പുലേഷൻ, ഫാമിലി ഇൻ എ സെൻറ്റൻസ് ദ വേർബ് ക്യാൻ ബി സിംഗുലർ ഓർ പ്ലൂറൽ ഡിപ്പെൻഡിങ് ഓൺ ദെയർ യൂസ് ഇൻ ദ സെൻറ്റൻസ്. അപ്പോൾ മോസ്റ്റ് ഓഫ് മൈ ഫാമിലി ഈസ് ഹിയർ ഓർ ആർ ഹിയർ. രണ്ട് യൂസ് ചെയ്യാം, പക്ഷേ അവിടെയുള്ള അവരുടെ യൂസ് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ യൂസിനാണ്. ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ വാസ് എഗനസ്റ്റ് ദ ബിൽ ഓർ വെയർ എഗനസ്റ്റ് ദി ബിൽ എന്നും പറയാം. അടുത്തത് നോക്കുന്ന ഇഡിയംസ് ആണ്. ഫസ്റ്റ് പെന്നി ഫോർ യുവർ തോട്ട്സ്. പെന്നി ഫോർ യുവർ തോട്ട്സിൻ്റെ മീനിങ്, അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്കിങ് സംവൺ വാട്ട് ഈസ് ഓൺ ദെയർ മൈൻഡ്. ഒരാളോട് ചോദിക്കുകയാണ്, അയാളുടെ മൈൻഡിൽ എന്താണെന്ന് ചോദിക്കുന്നു. അതാണ് പെന്നി ഫോർ യുവർ തോട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ ട്രൈങ് ടു അവോയ്ഡ് എ സബ്ജക്റ്റ് ഒരു പേഴ്സൺ ഒരു സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനെ പേഴ്സണെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ വർക്ക് ലേറ്റ് ഇൻ ടു ദി നൈറ്റ്. അതായത് നമ്മൾ ഒരുപാട് മിഡ് നൈറ്റ് രാത്രി ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുവാണ്. അടുത്ത ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ.
റിലേ ഓൺ ഔട്ട്വേർഡ് അപ്പിയറൻസസ്, അതായത് ഒരാളുടെ കാണുന്ന അപ്പിയറൻസിൽ നമ്മൾ വിലയിരുത്തുന്നതാണ് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കിൽ 2 birds വിത്ത് 1 stone. ഇതിൻ്റെ അർത്ഥം അക്കംപ്ലിഷ് 2 things വിത്ത് സെയിം എഫേർട്ട്. ഒരു സെയിം എഫേർട്ടിൽ തന്നെ 2 കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുന്നു. എ പീസ് ഓഫ് കേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ആൻ ഈസി ടാസ്ക് ഓർ ജോബ് എന്നാണ്. അടുത്തത് ഹോൾ 9 yards എന്ന് പറഞ്ഞാൽ ദി എൻറ്റയർ തിങ് അല്ലെങ്കിൽ ഓൾ ഓഫ് സംതിങ് എന്നാണ്. ദെൻ എ ഡൈം ഓഫ് ഡസൺ മീൻസ് വെരി കോമൺ ഓർ കോമൺ പ്ലേസ്. അടുത്തത് ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ. ഇതിൻ്റെ മീനിങ് ട്രൈ ടു ടേക്ക് ഓൺ എ ടാസ്ക് ടു ബിഗ് ഫോർ വൺ സെൽഫ്. അടുത്ത ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് ഓർ കംപ്ലെയിൻ അബൌട്ട് സംതിങ് ദാറ്റ് കനോട്ട് ബി റെക്ടിഫൈഡ്. അടുത്ത ഹിറ്റ് ദ റോഡ് എന്ന് പറഞ്ഞാൽ ബിഗിൻ വൺസ് ജേർണി, ഒരാളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ വൈൽ ഇൻഫ്രീക്വൻ്റ്ലി. ദെൻ ഹാവ് എ ബ്ലാസ്റ്റ് ടു എൻജോയ് വൺ സെൽഫ്, ഹാവ് എ ഗുഡ് ടൈം, അതാണ് ഹാവ് എ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ. അടുത്തത് ദി ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് വിച്ച് മീൻസ് യു ക്യാൻ എൻജോയ് 2 different ഓപ്പർച്യൂണിറ്റീസ് അറ്റ് ദി സെയിം ടൈം. അടുത്ത സ്പീക്ക് ഓഫ് ദ ഡെവിൽ. ഇതിൻ്റെ അർത്ഥം പേഴ്സൺ യു ആർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ആക്ച്വലി അപ്പിയേഴ്സ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അയാൾ പെട്ടെന്ന് അപ്പിയർ ചെയ്യുന്നു. ദെൻ സി ഐ ടു ഐ എന്ന് പറഞ്ഞാൽ അഗ്രീയിങ് വിത്ത് സം വൺ. ടു കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് വിച്ച് മീൻസ് സംതിങ് ഈസ് വെരി എക്സ്പെൻസീവ്. ദെൻ എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് വെരി ഈസി ആണ്. ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ ടു ആക്സിഡൻ്റലി റിവീൽ എ സീക്രട്ട്, നമ്മൾ പെട്ടെന്ന് അറിയാതെ ഒരു സീക്രട്ട് പുറത്തു പറയുന്നു. ടു കിൽ 2 birds വിത്ത് 1 stone ടു സോൾവ് 2 problems അറ്റ് വൺസ്, ഒരേ സമയത്ത് 2 പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നു. കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് വർക്കിംഗ് ഓൺ സംതിങ്. അടുത്തത് ലെറ്റ് someone off the hook which means to allow someone who have been caught to not be punished. അടുത്ത നോ പെയിൻ നോ ഗെയിൻ, യു ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ സംതിങ് യു വാണ്ട്, അതായത് കഷ്ടപ്പെട്ടാലാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ബൈറ്റ് ദി ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ടു ഡു സംതിങ് അൺപ്ലസൻറ്റ് ദാറ്റ് യു ഹാവ് അവോയ്ഡിങ് ഡൂയിങ്, നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുവാണ്. ഗെറ്റിംഗ് എ ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബീങ് ട്രീറ്റഡ് ദ സെയിം അൺപ്ലസൻറ്റ് വേ യു ഹാവ് ട്രീറ്റഡ് അതേഴ്സ്. അടുത്ത ഗിവിങ് സംവൺ ദ കോൾഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ ടു ഇഗ്നോർ സംവൺ. അപ്പോൾ ഇത്തരം ഇഡിയംസാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. അടുത്തത് 1 word സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഫസ്റ്റ് മാപ്പിംഗ് ഓഫ് എർത്ത് ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ. മാപ്പിംഗ് ഓഫ് എർത്ത് ആൻഡ് ഇറ്റ്സ് ഫോർമേഷൻ പറയുന്ന വേർഡാണ് ജിയോഗ്രഫി. ദെൻ ആർട്ട് റിലേറ്റഡ് ടു ഓർണേറ്റ് ഒരു ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്, കാലിഗ്രാഫി എന്ന് പറയും. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബോഡിലി ഡിസീസസിന് എന്താണ് പറയുന്നത്? പാത്തോളജി. ദെൻ സ്റ്റഡി ഓഫ് ബേർഡ്സ് ഓർണിത്തോളജി. സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് ആണ് ആസ്ട്രോണമി. അടുത്തത് ലവ് ഫോർ മാൻകൈൻഡ്, ഫിലാന്ത്രോപ്പിയാണ്. സമൺ ഹു ലവ്സ് കളക്ടിങ് ബുക്സ്, ബിബ്ലിയോഫൈൽ. ദെൻ വൺ ഹു ഹെയ്റ്റ്സ് വിമൺ, മിസോഗൈനിസ്റ്റ് എന്ന് പറയും. ആൻഡ് വൺ ഹു ഹെയ്റ്റ്സ് മാൻകൈൻഡ് ആണെങ്കിൽ മിസാന്ത്രോപ്പിസ്റ്റ്. ദെൻ വൺ ഹു ലവ്സ് ഹിസ് കൺട്രി, പാട്രിയോട്ടാണ്. ദെൻ എക്സസീവ് ലവ് ഫോർ വൺസ് കൺട്രീനെ സൂപ്പർ പാട്രിയോട്ടിസം എന്ന് പറയും. ദെൻ വൺ ഹു ഹെയ്റ്റ്സ് മാരേജ് ഇഷ്ടപ്പെടാത്ത ആളുകൾ മിസോഗമിസ്റ്റുകളാണ്. ഇനി റിലേറ്റഡ് ടു മാരേജിന് നമ്മൾ മാട്രിമോണി എന്നാണ് പറയുന്നത്. വൺ ഹു ബിലീവ്സ് ഇൻ ദി പ്രസൻസ് ഓഫ് ഗോഡ്, തിയസ്റ്റ് ആണ്. അടുത്തത് വൺ ഹു ഡസൻ ബിലീവ് ഇൻ ദി പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവവിശ്വാസമില്ലാത്തവർ, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലാത്തവരാണ് എത്തിസ്റ്റ്. ആൻഡ് പ്രാക്ടീസിങ് ഓൺലി 1 marriage, മോണോഗമിയാണ്. 2 marriages ഉണ്ടെങ്കിൽ ബൈഗമി, സെവറൽ മാരേജസ് ആണെങ്കിൽ പോളിഗമി. ദെൻ സെൽഫ് ഫെർട്ടിലൈസേഷൻ എസ്പെഷ്യലി ഇൻ പ്ലാന്റ്സിനെ നമ്മൾ ഓട്ടോഗമി എന്ന് പറയും. ഗവൺമെൻറ് ബൈ 1 person, അതായത് റോയൽ ഗവൺമെൻറ്, മൊണാർക്കി എന്നാണ് പറയുന്നത്. അടുത്ത ഗവൺമെൻറ് ബൈ 2 agencies ആണെങ്കിൽ ഡയാർക്കി, ആൻഡ് ബൈ എ ഫ്യൂ പവർഫുൾ പീപ്പിൾ ആണെങ്കിൽ ഒലിഗാർക്കി എന്ന് പറയും. ഇനി മിലിറ്ററി ആണ് ഗവൺമെൻറ് എങ്കിൽ
അരിസ്റ്റോക്രസി എന്നാണ് പറയുന്നത്. ഡിവൈൻ ഗൈഡൻസ് ആണെങ്കിൽ തിയോക്രസി. ദെൻ ഗവൺമെൻറ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ബ്യൂറോക്രസി. ദെൻ ഗവൺമെൻറ് ബൈ നൊബിലിറ്റി അരിസ്റ്റോക്രസി. ഗവൺമെൻറ് ബൈ വെൽത്ത് പ്ലൂട്ടോക്രസി. അതുപോലെ ഗവൺമെൻറ് ബൈ ദ പീപ്പിൾ ആണ് ഡെമോക്രസി. അടുത്തത് കില്ലിംഗ് ഓഫ് വൺസ് ഹസ്ബൻഡിനെ കൊല്ലുന്നതിന് മാരിറ്റിസൈഡ് എന്നും, കില്ലിംഗ് ഓഫ് പേരൻസ് പാരിസൈഡ്. ദെൻ കില്ലിംഗ് ഓഫ് എ ഹോൾ റേസ്, ഒരു കൂട്ടം ആളുകളെ കൊല്ലുന്നതാണ് ജീനോസൈഡ്. ദെൻ ന്യൂ ബോൺ ചൈൽഡിനെ കൊല്ലുന്നത് ഇൻഫാൻറ്റിസൈഡ് ആണ്. കില്ലിംഗ് ഓഫ് എ കിങ് റെജിസൈഡ്. കില്ലിംഗ് ഓഫ് എ ഹ്യൂമൻ ബീങ് ഹോമിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസെൽഫ്, സ്വയം മരിക്കുന്നതാണ് സൂയിസൈഡ്. ആൻഡ് കില്ലിംഗ് ഓഫ് എ ഫാദറിനെ പാട്രിസൈഡ് എന്നാണ് പറയുന്നത്. കില്ലിംഗ് ഓഫ് എ മദർ മാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് ബ്രദറിനെ ഫ്രാട്രിസൈഡ് എന്ന് പറയും. ദെൻ കില്ലിംഗ് ഓഫ് വൺസ് സിസ്റ്റർ ആണെങ്കിൽ സോറോറിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് വൈഫിനെ ഉക്സോറിസൈഡ്. വൺ ഹു ഫീഡ്സ് ഓൺ ഹ്യൂമൻ ഫ്ലഷ് കഴിക്കുന്നവരെ കാനിബൽ എന്നും, വൺ ഹു എൻജോയ്സ് ഫുഡ് വിത്ത് സെൻഷ്വൽ പ്ലഷർ ഗോർമാൻഡ്. അതുപോലെ വൺ ഹൂസ് ഈറ്റിംഗ് ഹാബിറ്റ് ഈസ് റിപ്പൾസീവ് ഗ്ലട്ടൺ എന്നുമാണ് പറയുന്നത്. അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലെ കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് പാർട്ട് 3 ആണ്. ഇതിനു മുമ്പ് പാർട്ട് 1 ഉം 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇട്ടിട്ടുള്ളൂ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 5 ഇയറിൻ്റെ എക്സാം 27-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പോൾ ഇനി ഒരാഴ്ച പോലും ടൈമില്ല. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. അതുപോലെ 3 ഇയർ LLBയുടെ എക്സാം ഇനി നെക്സ്റ്റ് മന്ത് കാണാനാണ് സാധ്യതയുള്ളൂ. ഇനിയിപ്പോൾ ഓണം വരികയാണല്ലോ. അപ്പോൾ ഓണം കഴിഞ്ഞ് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ എക്സാം ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ താങ്ക് യു.